ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വാ കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കർ ബിരിയാണിയാണ്. ഇപ്പം ഗ്യാസിനൊക്കെ നല്ല ക്ഷാമമുള്ളപ്പോൾ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 750 ഗ്രാം ചിക്കൻ, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ആവശ്യത്തിന് സാൾട്ടും ചേർത്ത് ഒരു ഹാഫ് ആൻ അവർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. 2 കപ്പ് ബസ്മതി റൈസ് ഞാൻ വാഷ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ സാധാരണ ഫോർച്യൂണിൻ്റെ ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിൽ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ 1.5 മിനിറ്റ് വെച്ചിട്ട് ഓരോ സൈഡും ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു പ്രിക്കോഷൻ എടുക്കുന്നതേ ഉള്ളൂ. ഇത് വേണമെന്ന് നിർബന്ധമില്ല. ഇനി അതിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചതിന് ശേഷം ഒരു ബേ ലീഫ്, ഒരു മെയ്സ് ഫ്ലവർ, 3 ക്ലൗസ്, 3 കാർഡമം, അതുപോലെ ഓരോ ഇഞ്ച് വീതമുള്ള 3 സിനമൺ സ്റ്റിക്സും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്ക് തക്കാളിയും ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു 3 പച്ചമുളക് ഞാൻ ചതച്ചെടുത്തതാണ് അതും. ഇനി ഇത് ഓപ്ഷണലാണ്. മാഗീൻ്റെ ചിക്കൻ ക്യൂബ്, വെജിറ്റബിൾ ക്യൂബ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചേർക്കുക. നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത ചിക്കൻ, 1 ടീസ്പൂണോളം ഗരം മസാല, 2 ടേബിൾ സ്പൂൺ തിക്ക് കേട്, അതുപോലെ മല്ലിയിലയും പുതിനയിലയും ആവശ്യത്തിന്, നേരത്തെ സോക്ക് ചെയ്ത് ഡ്രെയിനേജ് ചെയ്ത് വെച്ച ബസ്മതി റൈസ്. 1 ഗ്ലാസ് ബസ്മതി റൈസിന് 1.5 ഗ്ലാസ് എന്നുള്ളതിൽ ഹോട്ട് വാട്ടർ ചേർക്കുന്നുണ്ട്. അതിന് സാൾട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി കുക്കർ ക്ലോസ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ ഒറ്റ വിസിൽ മതി കേട്ടോ. പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ആക്കാം. റോസ് വാട്ടറിൽ യെല്ലോ ഫുഡ് കളർ ചേർത്തിട്ട് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂണോളം ഗീ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. ഇനി അതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇതൊക്കെ ഉണ്ടോ, റൈസൊക്കെ വേറെ വേറെ തന്നെയാണ് ഉള്ളത്. അതുപോലെ ചിക്കനും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത് കുക്കറിൽ തന്നെ അടച്ചു വെക്കണ്ട. കുക്കറിന് നല്ല ചൂടുണ്ടാവുമല്ലോ, കുറച്ച് നേരം നിൽക്കുമല്ലോ. അപ്പം പെട്ടെന്ന് അത് വെന്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക്, അതായത് സെർവിങ് ബൗളിലേക്ക് മാറ്റി വെച്ചാലും മതി. ഇത് കണ്ടോ, ഒന്നുപോലും അടുക്കി പിടിക്കാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് മുട്ടയൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്.